അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 100-ാമത്തെ വചനം അതാണ് പഠിച്ചു വന്നത്. വറഫഅ അബവൈഹി അലൽ അർശി വഖറു ലഹു സുജ്ജദ വഖാല യാ അബതി ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖൻ വഖദ് അഹ്സന ബി ഇദ് അഖ്റജനി മിനസ് സിജ്ൻ വജാഅ ബികും മിനൽ ബദു മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി. അത് നമ്മൾ പറഞ്ഞു വെച്ചല്ലേ. വജാഅ ബികും മിനൽ ബദു, എന്താണ് ബദു എന്ന് നമ്മൾ പറഞ്ഞു. ബദാവത്ത് എന്തെന്ന് പറഞ്ഞു. വഖദ് അഹ്സന ബി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറയാണ്, റബ്ബ് എനിക്ക് സുഹൃതം ചെയ്തു, അനുഗ്രഹം ചെയ്തു, നന്മ ചെയ്തു. ഇത് അഖ്റജനി മിനസ് സിജ്ൻ, സിജ്നിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവന്നത് സമയം. വജാഅ ബിക്കും മിനൽ ബദു, ബദുവിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്ത സമയം. നമ്മളതിലെ കുറച്ച് വിഷയങ്ങൾ പറഞ്ഞു അല്ലേ. എന്തുകൊണ്ട് സിജ്നിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന സമയം? കാരണം സിജ്നിനേക്കാൾ വലിയ ദുരവസ്ഥ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വന്നിട്ടുണ്ട്. അതൊന്നും പറയാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞു. പിന്നെ വജാഅ ബിക്കും മിനൽ ബദു, ബദുവിൽ നിന്ന്, ബാദിയയിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്തു എന്ന വിഷയം നമ്മൾ പറഞ്ഞു. ബദു എന്ത് നമ്മൾ പറഞ്ഞു? അതാണ് നമുക്കല്ല ഗ്രാമീണത. നബി തങ്ങൾ ഖാനയബ്ദു, റസൂലുള്ളാഹി എന്ത് ചെയ്യാറുണ്ട്? ബദുവിലേക്ക് പോകാറുണ്ട് എന്ന് പറഞ്ഞേ. തിലായിലേക്ക് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ. ഭാര്യമാരെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? ബദുവിലേക്ക് പോകും. എന്നിട്ട് ബദുവിൽ പോയി വിശ്രമിക്കും. ആ വിഷയങ്ങൾ പറഞ്ഞല്ലോ. ഇവിടെ വജാഅ ബികും മിനൽ ബദു, നിങ്ങളെ ബദുവിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് എനിക്ക് നന്മ ചെയ്തു എന്നാണ് പറയുന്നത്, എനിക്ക് അനുഗ്രഹം ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരു വിഷയമുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ബദുവിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അല്ലേ, അതാണ് എൻ്റെ വിഷയം. വജാഅ ബികും, അള്ളാഹു നിങ്ങളെ കൊണ്ടുവരികയും ചെയ്തു, മിനൽ ബദു, ബദുവിൽ നിന്ന് അള്ളാഹു കൊണ്ടുവന്നാണ്. ഗ്രാമീണതയിൽ ജീവിച്ചവരുണ്ടല്ലോ, ആ ഗ്രാമീണതയെ മാറ്റി പിന്നെ പട്ടണത്തിൽ താമസിക്കുക എന്നുള്ള ഭയങ്കര പ്രയാസമാണ്. ഗ്രാമത്തിൽ ജീവിച്ചവർ ഗ്രാമത്തിൽ തന്നെ ശേഷിക്കാനാണ് താല്പര്യം കാണിക്കുക. അപ്പോൾ അവർ ആ ഗ്രാമീണത വിട്ട് മകൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പട്ടണത്തിലേക്ക് വരിക എന്നുള്ള വിഷയം വാഫാഖ് പിന്നെ അതൊരു വലിയ ഒരു വിഷയമാണത്. അതാണ് ഇവിടെ നിങ്ങളെ ബദുവിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു എന്നതിലുള്ള അതൊരു വലിയ സുഹൃതമാണ് എന്ന് പറഞ്ഞത്. നമ്മൾ മുമ്പ് ഒരിക്കൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ബദുവിൽ നിന്ന് ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഒരു ഭാര്യ ബദുവിൽ നിന്നുണ്ടായിരുന്നു. അവരുടെ പേര് മൈസൂൻ എന്നാണ്. മൈസൂൻ ബിന്ത് ബഹ്ദൽ അൽ കൽബിയ എന്നാണ്. ബനു കൽബ് ഗോത്രക്കാരിയാണ് അവർ. സെയ്ദ് ബിൻ ഹാരിസൻ, റസൂലുള്ളാഹിൻ്റെ മൗല സെയ്ദ് ബിൻ ഹാരിസൻ്റെ ഉസാമ, ഈ സെയ്ദ് ബിൻ ഹാരിസൻ്റെ ഒക്കെ നാട് അവർ കെൽബ് ഗോത്രക്കാരാണ്, ബനു കെൽബ് ഗോത്രം. നമ്മൾ സൗദി അറേബ്യൻ്റെ ഇന്നത്തെ പടിഞ്ഞാറ് വടക്ക് ഭാഗം, ഫലസ്തീൻ്റെ ഒക്കെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് അവിടെയാണ് കെൽബ് ഗോത്രം പാർത്തിരുന്നത്. അവിടെ നജ്റാൻ തെക്ക് തബൂക്ക് കഴിഞ്ഞിട്ട് ആ ഭാഗം. അപ്പോൾ അവിടെ ബദുവിൽ നിന്നാണ് ഒരു കല്യാണം കഴിച്ചിരുന്നത്, ഈ മൈസൂൺ. പിന്നെ അങ്ങനെ അവരെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അവരെ പിന്നെ എന്ത് ചെയ്യണം, കല്യാണം കഴിച്ചിട്ട് പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഷാമിൽ കൊണ്ടുപോവാണ്, ദിമഷ്കിലേക്ക്. ദിമഷ്കാണ് അവിടെ അന്നത്തെ അമവികളുടെ തലസ്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടുകൾക്ക് ആഫിയത്ത് നൽകട്ടെ. പിന്നെ അങ്ങനെ മൈസൂരിന് അവിടെ എത്തി. മുആവിയ റളിയല്ലാഹു അൻഹു വീട് കൂടി ഗർഭിണിയായി. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ അവർക്ക് സഹിക്കാൻ കഴിയണില്ല പട്ടണവാസ ജീവിതം. പറയുമ്പോൾ അവിടെ കൊട്ടാര ജീവിതമാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കൊട്ടാര ജീവിതമാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. അവർ ഒരു കവിത പാടി. ആ കവിതയുടെ ഒരു ഭാഗതാണ് ഖശൂനത്തു ഈശതി ഫിൽ ബദ്വി ഖശൂനത്തു ഈശതി ഫിൽ ബദ്വി അഷ്ഹ ഇലാ നഫ്സി മിൻ ഐഷിൻ ദരീഫി എന്നാണ്. അവസാനത്തിൽ ഫാ കൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. അവരൊക്കെ മൈസൂണൊക്കെ ഭയങ്കര പ്രതിഭയാണ്, കവിയത്രിയാണ് അവർ. പറയാണ് ഖശൂനത്തി ഈശത്തി ഫിൽ ബദ്വി,
ബദുവിൽ ഗ്രാമീണതയിലുള്ള പരുത്ത ജീവിതമാണ് അഷ്ഹ ഇല നഫ്സി, എനിക്ക് ഏറ്റവും ടേസ്റ്റ്, രുചികരം. മിൻ ഐഷിൻ ദരീഫി, സുഖലോലുപതയുടെ ഈ കൊട്ടാര ജീവിതത്തേക്കാൾ എനിക്ക് എൻ്റെ ഗ്രാമീണതയിൽ ആ പരുത്ത ജീവിതമാണ് എനിക്ക് ഏറ്റവും അഷ്ഹ, ആസ്വാദ്യകരമായത്. പിന്നെ അവർ മുആവിയനെ കുറിച്ചും പറയേണ്ട ഒരു വരി, അതിൽ പറയണത് ലഖർഖും മിൻ ബനി അമ്മി നഹീഫുൻ അഹബ്ബു ഇലയ്യ മിൻ ഇൽജിൻ അലീഫി എന്നാണ്. എൻ്റെ ബനു അം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുആവിയ അമവിയാണ്, അവർ കെൽബിയത്താണ്. എന്ന് പറഞ്ഞാൽ കെൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു പൊട്ടനാണ്. അതിന് മെലിഞ്ഞൊരു കെൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു മെലിഞ്ഞൊരു പൊട്ടനാണ് എനിക്ക് അഹബു ഇലൈ, എനിക്ക് ഏറ്റവും ഇഷ്ടം മിൻ അൽ ഇൽജിൻ അലീഫി എന്നാണ്. ഇൽജി എന്ന് പറഞ്ഞാൽ ശരിക്കത് ഈ അനറബികളായ പലപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണം പറയാം ഇൽജി. ഈ ഇൽജിനേക്കാൾ എനിക്ക് നല്ല ഇഷ്ടം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മെലിഞ്ഞ പൊട്ടനേനെന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ പാടിയത്. അവർക്ക് തീരെ പട്ടണ ജീവിതം തീരെ പറ്റിയില്ല അവർക്ക്. അതാണ് എൻ്റെ ആകത്തുക. പിന്നെ അവർ സ്വദേശത്തെക്കുറിച്ചൊക്കെ അതിൽ പാടുന്നുണ്ട്. അതൊരു കൊച്ചു നീണ്ട വരികളാണ്. അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ വേഗം മുപ്പത്തിയാറ് എന്ത് ചെയ്ത് ബദുവിലേക്ക് തന്നെ അയച്ചു തന്നു. അന്നവർ ഗർഭിണിയായിരുന്നു. ആ ഗർഭം പ്രസവിച്ചു. അതിലാണ് യസീദ് കുട്ടി ഉണ്ടായത്. യസീദ് പിന്നെ മുആവിയ. ഈ യസീദാണ് പിന്നെ എന്ത് ചെയ്തത്, മുആവിയക്ക് ശേഷം ഖലീഫയായത്. യസീദിനെ ഗ്രാമീണതയിൽ തന്നെ നിർത്തി, അവിടെ തന്നെ ബനു കൽബിൽ തന്നെ നിർത്തി വളർത്തി. ഗ്രാമീണതയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭാഷ നോക്കിയേ, മൈസൂൺ അവരുടെ കവിത അല്ലേ, അതൊക്കെയാണ് ഗ്രാമീണതൻ്റെ പ്രത്യേകത. അവർ നല്ല സാഹിത്യം, അറബി ഭാഷ, അതേപോലെ തന്നെ ഹെൽത്തി ആരോഗ്യം, ഇത് മൂന്നും കിട്ടാൻ വേണ്ടിയിട്ട് യസീദിനെ അവിടെ തന്നെ വളർത്തി. പിന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലം, ഖിലാഫത്തിൻ്റെ കാലം ഉണ്ടല്ലോ, അദ്ദേഹം ഭരണം നടത്തിയിട്ട് അവസാനം എന്തു ചെയ്യാണ്, പിന്നെ അടുത്ത ഖലീഫനെ നിശ്ചയിക്കുകയാണ്. അതാണ് ചരിത്രത്തിൽ വലിയ പ്രശ്നമായത്. ആരെ നിശ്ചയിച്ചത്? ഖലീഫനായിട്ട് യസീദിനെ നിശ്ചയിച്ചത്. അത് പിന്നെ ഷാമുകാരോട് കൂടിയാലോചന നടത്തി. എന്താണ് പിന്നെ നിൻ്റെ കാലശേഷം ആര് എന്നുള്ളത്. അപ്പോൾ ഷാമുകാർ പറഞ്ഞ് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാൾ, അല്ലാതെ വേറെ ആളെ സമ്മതിച്ചു. ഷാമുകാർ ഒരു അമവികളെ സമ്മതിക്കുള്ളൂ, അമവി കുടുംബത്തിൽ നിന്ന് ഒരാൾ. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്, ഷാമുകാർ വഴങ്ങി എല്ലാവരെയും വഴക്കാൻ എളുപ്പമുണ്ട്. ഷാമുകാർ വഴങ്ങിയിട്ടില്ലെങ്കിൽ ആരും വളക്കാൻ കഴിയില്ല. അതതിൻ്റെ വിഷയം. അപ്പോഴാണ് എന്ത് ചെയ്തത്, മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് തന്നെ യസീദിനെ എന്ത് ചെയ്ത് തൻ്റെ കാലശേഷം ഖലീഫയാക്കണത്, രാജാവാക്കണത്. അതിലാണ് പ്രശ്നങ്ങളുണ്ടായത്. യസീദിനെ പറ്റൂല എന്നർത്ഥത്തിലല്ല, യസീദ് യോഗ്യനാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹു വഫാത്തായിട്ടല്ല അടുത്ത ആൾ. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കെ തന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്തപ്പോൾ അതിൽ ആണ് എന്ത് ചെയ്തത്, ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടായത്. ആദ്യം അബ്ദുല്ലാഹി ഇബ്നു ഉമർ സമ്മതിച്ചില്ല, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ സമ്മതിച്ചില്ല, അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, ഇവരും സമ്മതിച്ചില്ല. പിന്നീട് എന്ത് ചെയ്തു, അവർ സമ്മതിച്ചു, ചിലർ സമ്മതിക്കാതെ തന്നെ എന്ത് ചെയ്തു നിന്നു. അതാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ പുറപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായി, കർബല വിഷയങ്ങളൊക്കെ ഉണ്ടായത്. അലാകുല്ലി പിന്നെ നമ്മുടെ വിഷയം ഇതാണ് ബദു. ഈ ബദുവിൽ ജനിച്ചവർ, അവിടെ വളർന്നവർ, അവർക്ക് ഇങ്ങോട്ട് പട്ടണത്തിലേക്ക് വരിക എന്നുള്ളത് എന്താണ് ഒരു വിഷയമാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപ്പ യാക്കൂബ്, അതേപോലെ തന്നെ ഖാലത്ത് ലിയ, അതേപോലെ തന്നെ കുടുംബ അംഗങ്ങളെ മുഴുവൻ എന്ത് ചെയ്തു, ബദുവിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ചെയ്ത വലിയൊരു സുഹൃതമായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയാണ്, അഹ്സന ബി എന്ന്. മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി, ശൈത്താൻ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ നസഗ. എന്താ നസഗ? നസഗ ശൈത്താൻ എന്നുള്ളതിന് വസ്വസ എന്നർത്ഥം പറയാം. അങ്ങനെ അർത്ഥമുണ്ട് വസ്വസ. എന്താ വസ്വസ? ദുർമന്ത്രണം സൃഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിൽ വസ്വസ പറയും. പക്ഷെ അതിൽ മാത്രമല്ല അർത്ഥം. അഫ്സദ, കുഴപ്പം സൃഷ്ടിക്കുക, ആ അർത്ഥത്തിൽ പ്രയോഗിക്കും. അഫ്സദ, കുഴപ്പം സൃഷ്ടിക്കുക, കുഴപ്പം ഉണ്ടാക്കുക. ഇഗ്വ എന്ന് പറയും. പക ഉണ്ടാക്കുക അല്ലേ, പക തീർക്കുക. ഇഗ്വ അഫ്സദ, കുഴപ്പം സൃഷ്ടിക്കുക. മിൻ ബഅദി അൻ നസഗ ശൈത്താൻ, ശൈത്താൻ കുഴപ്പം സൃഷ്ടിച്ചതിന് ശേഷം,
എവിടെ? ബൈനി എൻ്റെയും വബൈനി ഇഖ്വത്തി എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ. ഇവിടെ സഹോദരങ്ങൾ കുഴപ്പമുണ്ടാക്കി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സഹോദരങ്ങൾ കുറേ ഫസാദ് ഉണ്ടാക്കി. ഞാൻ ചെറുപ്പം മുതൽ തന്നെ അവർ അങ്ങനെ പറഞ്ഞില്ല. കാരണം എന്താ? അത് സഹോദരങ്ങളെ നോവിക്കലാണ്. ലാ തസ്രീബ അലൈക്കും മുല്യം എന്ന് പറഞ്ഞാണ്. ഒരു ആക്ഷേപവും ഇല്ല എന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് നിലപാടൊക്കെ. ശൈത്താൻ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ കുഴപ്പം ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഈ നസഖ് ഷെയ്ത്താൻ കുഴപ്പം സൃഷ്ടിച്ചു എന്നാണ്, പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഷെയ്ത്താൻ വെറും വസ്വാസ് മാത്രമല്ല, ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വ ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് വ ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ. ഷെയ്ത്താനിൽ നിന്നുള്ളൊരു നസ്ഗ് നിനക്ക് ബാധിച്ചാൽ അത് ദുർബന്ധനം എന്താകാം, അല്ലെങ്കിൽ ഷെയ്ത്താനിൽ നിന്ന് എന്തെങ്കിലും ഒരു ബാധയാകാം. രണ്ടും ആകാം. നസ്ഗ് എന്നാണ് പ്രയോഗിച്ചത്, വസ്വസ പ്രയോഗിച്ചിട്ടില്ല. ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കുന്ന അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫവസ്വസ ലഹുമ ശൈത്താൻ, ആദം ഹവ്വ ദമ്പതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു പറയാണ് ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കിയെന്ന്. മിൻ ശർരിൽ വസ്വാസ്, ഷെയ്ത്താൻ മുവസ്വിസാണ്, വസ്വാസാണ്. ഷെയ്ത്താൻ്റെ പ്രത്യേകതയാണ്. അതേസമയം ഷെയ്ത്താൻ വസ്വാസം മാത്രം. അതാണ് മനസ്സിലായി ഇത്തരം പ്രയോഗങ്ങളെന്ന് മനസ്സിലാക്കാനുള്ളത്. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞത്? വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്ന ശൈത്താന യൻസഗു ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. അല്ലേ? ഇന്ന ശൈത്താൻ, തീർച്ചയായും ഷെയ്ത്താൻ, യൻസഗു ബൈനഹും അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും. സൂറത്ത് ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഷെയ്ത്താൻ ഇവിടെ പറഞ്ഞത് എന്താണ്? നസഖ ഷെയ്ത്താനു ബൈനി വ ബൈനി ഇഖ്വത്തി, എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ കുഴപ്പമുണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, പ്രശ്നം ഇളക്കി വിട്ടു അതിനുശേഷം എന്നാണ് പറഞ്ഞത്. അവിടെയും പറഞ്ഞു ഷെയ്ത്താൻ മനുഷ്യന്മാർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും എന്ന് പറഞ്ഞു. ഷെയ്ത്താൻ വസ്വാസ് ഉണ്ടാക്കും. ഷെയ്ത്താൻ്റെ വസ്വാസ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം അതിൻ്റെ ഒരു 6 ദർജ പറയുന്നുണ്ട്. ഒന്ന്, കുഫർ ചെയ്യാൻ വസ്വാസ് ഉണ്ടാക്കും, ഷിർക്ക് ചെയ്യാൻ, പിന്നെ ബിദ്അത്ത് ചെയ്യാൻ, പിന്നെ വൻപാപങ്ങൾ ചെയ്യാൻ, പിന്നെ ചെറുപാപങ്ങൾ ചെയ്യാൻ, പിന്നെ മുബാഹാത്തിൽ മനുഷ്യന്മാരെ തളച്ചിടാൻ. മുബാഹാത്തിൽ തളച്ചിട്ട് ചെയ്താൽ കൂലിയില്ല, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമല്ല. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി? മുബാഹാത്തിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് അപകടത്തിൽ പോകും. അതേപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമുണ്ട്, ശ്രേഷ്ഠത കുറഞ്ഞ കാര്യമുണ്ട്, താരതമ്യമാണ്. ശ്രേഷ്ഠത കുറഞ്ഞതിൽ എന്ത് ചെയ്യും? മനുഷ്യന്മാരെ പിടിച്ചു നിർത്തും. അപ്പോൾ എന്ത് ചെയ്യും? താരതമ്യേന മനുഷ്യന്മാരെന്ത് ചെയ്യും? പിന്നീട് കാലക്രമേണ ഏറ്റവും ശ്രേഷ്ഠമായതിൽ വിരക്തരായിട്ട് ഇതിലെന്ത് ചെയ്യും? മനുഷ്യന്മാർ താണു പോകുന്ന ഒരവസ്ഥ വരും. ഇങ്ങനെ ഒരു 6 ഘട്ടങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്. ഷെയ്ത്താൻ്റെ വസ്വാസ് ഉണ്ടാക്കും ഷെയ്ത്താൻ. പക്ഷേ വസ്വാസ് മാത്രമാണ് ഷെയ്ത്താൻ ഒരിക്കലുമല്ല. ഷെയ്ത്താൻ മനുഷ്യന്മാർ പിന്നെന്താ? അഷൈത്താനു യഈദുകുമുൽ ഫഖർ, എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഷെയ്ത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യും. അതേപോലെ തന്നെ യഅ്മുറു ബിൽ ഫഹ്ശ, ഷെയ്ത്താൻ ഫഹ്ശാവ് കൊണ്ട് കൽപ്പിക്കും. ഇവിടെ അല്ലേ? ഇവിടെ എന്താ? നിങ്ങൾക്കിടയിൽ ഷെയ്ത്താൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതേപോലെ പിന്നെ ഇന്ന ഷെയ്ത്താൻ യജ്രി മജ്റദ്ദം മിനൽ ഇൻസാൻ, മനുഷ്യൻ്റെ രക്തം ചലിക്കുന്ന രീതിയിൽ ഷെയ്ത്താൻ മനുഷ്യ ശരീരത്തിൽ ചലിക്കുന്നതാണ്. യജ്രി മജ്റദ്ദം, രക്തം ചലിക്കുന്ന അതുപോലെ എന്ത് ചെയ്യും? മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഷെയ്ത്താൻ ചലിക്കും എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. ഷെയ്ത്താൻ്റെ ബാധയേറ്റ് മറിഞ്ഞു വീഴുന്ന വ്യക്തിയെപ്പോലെയാണ് പലിശ തിന്നുന്നവൻ. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നവന്. അപ്പോൾ ദുനിയാവിൽ പലിശ തിന്നുന്ന ആളുകൾ പരലോകത്തെ എഴുന്നേൽക്കൽ എന്താ? ഭ്രാന്തമായ അവസ്ഥയിൽ ഷെയ്ത്താൻ ബാധയേറ്റിട്ട് എഴുന്നേൽക്കുന്നവരെ പോലെ എന്നാണ്. അപ്പോൾ ഷെയ്ത്താന് കേവലം മനസ്സിൽ ദുർമന്ത്രണം വസ്വാസ് എന്നുള്ളതല്ല, ഷെയ്ത്താന് വേറെയും ചില പരിപാടികളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യാത്രയിലാണ്. ജാബിർ റളിയല്ലാഹു അൻഹു മറ്റൊക്കെ പറയുന്ന ഒരു ഹദീസ്, യഅല ബിൻ മുറയിൽ നിന്ന് ഈ ഹദീസ് വന്നിട്ടുണ്ട്, പ്രസിദ്ധമായ ഹദീസ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുമ്പോൾ ഒരു ഉമ്മ ഒരു കുട്ടീനായിട്ട് വഴിയിലിരിക്കണ്, കുട്ടീനായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ അവർ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട മാത്രമേ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, ഈ കുട്ടിക്കൊരു ഒരു ബാധയാണ്, ഒരു പിന്നെ ഇന്ന ബിഹി ലമം എന്നാണ്. അതൊരു ദിവസം പലതവണ പിടികൂടുന്നുണ്ട്. ഈ കുട്ടി എൻ്റെ ആ പ്രയാസം കാരണത്താൽ ഞങ്ങളും പരീക്ഷിക്കപ്പെട്ടു, ഈ ബാധ കാരണത്താൽ ഈ കുട്ടിയും പരീക്ഷിക്കപ്പെട്ടു, വലിയ മുസീബത്തിലാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടീനെ അടുത്ത് കൊണ്ടുവരാൻ പറയുന്നത്. അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ വായിലേക്ക് 3 തവണ ഇങ്ങനെ പാറ്റി തുപ്പി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അബ്ദുല്ലാ ഉഖ്റുജ് അദുവല്ലാ, ഞാൻ അള്ളാഹിൻ്റെ ദാസനാണ്. ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹുവിൻ്റെ ശത്രു ഇറങ്ങൂ എന്ന് പറഞ്ഞു, പുറത്തു പോകാൻ പറഞ്ഞു. ചില നിവേദനങ്ങളിൽ ഉഖ്റുജ് അദുവല്ലാ അന റസൂലുള്ള, ഞാൻ അള്ളാഹിൻ്റെ റസൂലാണ്, ഇറങ്ങൂ എന്ന് പറഞ്ഞു. മനസ്സിലായി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ആ കുട്ടീനെ മെനയോട് ഇതാക്കിയിട്ട് പിന്നെ മതങ്ങളും സഹാബത്ത് ഒരു യാത്രയിലാണ്. ആ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ വെച്ചിട്ട് അമ്മനോട് ചോദിക്കുന്നുണ്ട്, കുട്ടിക്ക് അങ്ങനെ ഉണ്ടാവും, നിങ്ങളാ പിന്നെ പോയതിന് ശേഷം പിന്നെ ഒരിക്കലും അതുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നോക്കി, നിങ്ങൾ ഉഖ്റുജ് അദുവല്ലാ, അള്ളാഹിൻ്റെ ശത്രു പുറത്തു പോകുമെന്ന് പറയണമെങ്കിൽ ഈ ശത്രു എവിടെ ഉണ്ട്? അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയുന്നത്. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അബിൽ ആസ് അസ്സഖഫി, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, റസൂലേ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എനിക്കൊരു പ്രയാസമാണ്, പിന്നെ പഠിക്കണത് മനസ്സിൽ നിൽക്കണില്ല, ഓത്തൊന്നും മനസ്സിൽ നിൽക്കണില്ല, എനിക്കൊരു പ്രയാസമാണ്, എനിക്കൊരു വേദനയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഇതേപോലെ അദ്ദേഹത്തിനോട് എൻ്റെ അടുത്തിട്ട് പറയുന്നുണ്ട്, ഉഖ്റുജ് അദുവല്ലാ, 3 പ്രാവശ്യം പറഞ്ഞു എന്നാണ്, ഉഖ്റുജ് അദുവല്ലാ. അങ്ങനെ പിന്നെ ഉസ്മാൻ ബിൻ അബിൽ ആസ് പിന്നെ പറയുകയാണ്, എനിക്ക് പിന്നീട് ഒരിക്കലും ആ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല, അങ്ങനെ മറക്കണ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉഖ്റുജ് അദുവല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ ഒരാളതിൻ്റെ ദാഖിലുള്ളത് കൊണ്ടല്ലേ. ആ അദുവല്ലാ ആരാണ്? അത് ശൈത്താനാണ്. എത്ര ആയത്തുകൾ, എത്ര ഹദീസുകൾ, ശൈത്താൻ്റെ പ്രയാസങ്ങൾ, വസ്വാസല്ലാതെ ശൈത്താൻ ഉണ്ടാക്കുന്ന എത്ര കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഹദീസുകളിലൊക്കെ എത്ര കാണും. അതിൽ ചരിത്രങ്ങളും. ഇപ്പോൾ പിന്നെ ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, അബുത്തയ്യാഹ്, താബഈങ്ങളിൽ പ്രസിദ്ധനാണ് അബുത്തയ്യാഹ്, ഹുമൈദ് ബിൻ യസീദ് അൽ ഉദരി റഹ്മഹുല്ല. അദ്ദേഹം പറയാണ്, സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഖംബശ് സഹാബിയാണ്. അബ്ദുറഹ്മാൻ ഖംബശിനെ ചെന്നിട്ട് ചോദിക്കുകയാണ് അബുത്തയ്യാഹ്, എന്താ ചോദിക്കണം അറിയാം, പിന്നെ നിങ്ങൾ സഹാബിയാണെന്ന് ചോദിക്കുകയാണ്. അദ്റക്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ടോ ചോദിക്കുകയാണ്. സഹാബിയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ സഹാബിയാണെന്ന് പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട്. അപ്പോൾ പറയാണ്, കൈഫ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത കാദത് ബിഹി ശയാത്തീൻ, ശൈത്താന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്ത്രം പ്രയോഗിച്ച ആ രാത്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയും. അപ്പോൾ പറയാണ്, പിന്നെ ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, ആ രാത്രിയിൽ ശൈത്താന്മാർ മലകൾ ഇറങ്ങി വന്നു, മലഞ്ചെരുവുകളിലൂടെ വന്നു, മാഹും ശൈത്താനും ബിഹി ഷുഅലത്തുൻ എന്നാണ്. ഒരു ശൈത്താൻ്റെ കയ്യിലൊരു ഷുഅല ഉണ്ടായിരുന്നു. ഷുഅല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീപ്പന്തം ഉണ്ടായിരുന്നു. യുരീദു അൻ യുഹർരിഖ ബിഹാ വജ്ഹ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അതുകൊണ്ട് കരിക്കാനായ അവൻ ഉദ്ദേശിക്കുകയാണ് ശൈത്താൻ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാനമിറങ്ങിയിട്ട്, യാ മുഹമ്മദ് ഖുൽ, മുഹമ്മദ് നിങ്ങൾ ചൊല്ലൂ എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ അഖുൽ, ഞാൻ എന്ത് ചൊല്ലും എന്ന് പറയുന്നു. അപ്പോഴാണ് ആ പ്രസിദ്ധമായ ദുആ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് മിൻ ശർരി മാ ഖലഖ വദറഅ എന്ന് തുടങ്ങിയിട്ടുള്ള ആ ദുആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലി കൊടുക്കണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചൊല്ലുന്നത്. അതോട് കൂടിയിട്ട് പിന്നെ അവരുടെ അല്ലാഹു നീറാനഹും വഹസമഹുമുള്ള, അവരുടെ തീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കെടുത്തി കളഞ്ഞു, ആ ശൈത്താന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. ശൈത്താന്മാർ ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾക്ക് തെളിവുകളിൽ വന്നത് എന്തൊക്കെ കാര്യങ്ങൾ, എത്ര വിഷയങ്ങൾ. ബദറിൽ ശൈത്താൻ വന്നത് എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബത്റൻ വരിഅ അന്നാസ് യസുദ്ദൂന അൻ സബീലില്ലാഹ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്നി ജാറുല്ലക്കും ഫലമ്മ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ ഖല ഇന്നി ബരീഉ മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് എന്നൊക്കെ പറഞ്ഞില്ലേ. ശൈത്താൻ വന്നിട്ടാണ് പറയുന്നത്, അബൂജഹലിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് പറയാണ്, ഇന്നേ ദിവസം ലാ ഗാലിബ ലക്കുമുൽ യൗം, പിന്നെ വൈന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ സഹായിയായി ഉണ്ടായിരിക്കുക, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ ഫലമ്മ തറാഅത്തിൽ ഫിഅതാനി എന്നാണ്, മുസ്ലിം സൈന്യവും
ശത്രു സൈന്യവും തമ്മിൽ അന്യോന്യം കണ്ടുമുട്ടിയപ്പോൾ നകസ അലാ അഖിബൈഹി എന്നാണ്, തൻ്റെ മടമ്പിൽ ശൈത്താൻ പിന്നോട്ട് പോയി എന്നാണ്, പിന്നോട്ട് നടന്നു. എന്നിട്ട് പറയുകയാണ് ഇന്നി അറാമാല തറവ്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു, ഇന്നി അഖാഫുള്ള, ഞാൻ അള്ളാഹിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശൈത്താൻ മുങ്ങാണ് ചെയ്തത്. ബദറിൽ ശൈത്താൻ വന്ന വിഷയം. എന്നിട്ട് ഈ പണി ഉണ്ടല്ലോ അബൂജാലിനും കൂട്ടർക്കും കൊടുത്ത സംഭവം. അപ്പം എത്ര വിഷയങ്ങൾ ശൈത്താനുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്തുണ്ടല്ലോ മനുഷ്യന്മാർ നിസ്ലാസ്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു ദുആ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാ വളഅതു ജംബി, ബിസ്മില്ലാഹി വളഅതു ജംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വഅഖ്സി ശൈത്താനി വഫുക്ക റിഹാനി വജഅൽനി ഫിന്നദിയിൽ ആല. ഉറങ്ങുമ്പോൾ വളരെ അർത്ഥവത്തായ ഒരു സുന്ദരമായ ദുആയാണ്. അതുവഴി പറയുന്നത് ബിസ്മില്ലാ, അള്ളാഹിൻ്റെ നാമത്തിൽ ഞാൻ കിടക്കുന്നു. വളഅതു ജംബി, എൻ്റെ പാർശ്വം ഞാൻ അള്ളാഹിൻ്റെ നാമത്തിൽ വെച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, പഠിച്ചോനെ നീ എൻ്റെ പാപം എനിക്ക് പൊറുക്കണമേ, വഅഖ്സി ശൈത്താനി, എൻ്റെ ശൈത്താനെ നീ ദൂരപ്പെടുത്തണമേ, തോൽപ്പിക്കണമേ, ദൂരപ്പെടുത്തണമേ, വഫുക്ക റിഹാനി, ബാധ്യതകളിൽ നീ എന്നെ മുക്തമാക്കണമേ, വജഅൽനി ഫിന്നദിയിൽ ആല, നീ എന്നെ അന്നദിയുൽ ആലയിൽ ഉൾപ്പെടുത്തണമേ. അന്നദിയുൽ ആല എന്ന് പറഞ്ഞാൽ മലഉൽ ആല, മലക്കുകൾ നബിമാരൊക്കെയുള്ള ഉന്നത സഭ, അതിൽ നീ എന്നെ എത്തിക്കണമേ എന്നുള്ള ദുആ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ പിന്നെ ശൈത്താനെ ദൂരപ്പെടുത്തണമെന്ന് പറയുന്നത് എന്തിനാ? ശൈത്താൻ്റെ ശല്യങ്ങൾ പലതുണ്ട്, ആ പലതിൽ നിന്നാണ്, അല്ലാതെ കേവല വസ്വാസിൻ്റെ ഒരു വിഷയം മാത്രമല്ല. മനുഷ്യനിൽ ശൈത്താൻ വസ്വാസേ ഉണ്ടാക്കുക, ശൈത്താൻ്റെ ഒരു വസ്വാസമാണ് മനുഷ്യന് ഉണ്ടാകുന്ന ഏക പ്രയാസം എന്നൊക്കെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയോ പ്രമാണ വചനങ്ങളോടും ചരിത്ര യാഥാർത്ഥ്യങ്ങളോടും പുറംതിരിഞ്ഞിട്ട് മാത്രമേ എങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊരു ഒരു അപകടകരമായ ജൽപ്പനാണ്, വാദമാണ്. എത്ര സംഭവങ്ങൾ, എത്ര ചരിത്രങ്ങൾ. അലാക്കുല്ലി ഇവിടെ നമുക്കൊരു പ്രത്യേക ഒരു വായിക്കാനുള്ളൊരു വിഷയമാണത്. പിന്നെ മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വ ബൈന ഇഖ്വതി, ശൈത്താൻ എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഇടയിൽ ഫസാദ് തീർക്കാൻ, കുഴപ്പം സൃഷ്ടിക്കാൻ, സൃഷ്ടിച്ചതിന് ശേഷം ആ കുഴപ്പം സൃഷ്ടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? പൈശാചിക ദുഷ്പ്രേരണകളാണ് സഹോദരങ്ങൾ എന്നെ ഉപ്പയിൽ നിന്ന് അടർത്തിയത്, ഉപ്പയെ ചതിച്ചത്, എന്നെ കിണറ്റിലേക്ക് എറിഞ്ഞത്, പിന്നെ കളവ് വന്നിട്ട് ഉപ്പനോട് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെയാണ് സംഭവിച്ചത് എന്നർത്ഥത്തിൽ. പിന്നെ ഇവിടെ പറയുന്നത് ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, ലത്തീഫുൽ ലിമാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതിന് ലത്തീഫാകുന്നതാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ലത്തീഫ് റിഫ്കിൽ നിന്നാകാം. റിഫ്ക്ക് എന്ന് പറഞ്ഞാൽ മൃദുലമായ സൗമ്യമായ പെരുമാറ്റം എന്നർത്ഥത്തിൽ. അതേപോലെ തന്നെ ഇൽമിൽ നിന്നും ആകാം, അറിവുള്ളവൻ എന്നർത്ഥത്തിൽ നിന്നും ഇൽമിൽ നിന്നും ആകാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റിഫ്ഖ് അത് അതിൻ്റെ മഹത്വത്തിൽ വലുതാണ്, വിപുലാണ്. അതേപോലെ തന്നെ അതിൻ്റെ കസറത്തിലും ആധിക്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റിഫ്ഖ്, മൃദുലത, അതിൻ്റെ ബാഹുല്യം, അതിൻ്റെ മാഹാത്മ്യം, അത് അവർണ്ണനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലത്തീഫ്. അതേപോലെ ലത്തീഫ് എന്താകാം? പിന്നെ അറിവുള്ളവൻ എന്നർത്ഥത്തിലാകാം. പക്ഷേ ആ അള്ളാഹുവിൻ്റെ ലത്തീഫ് എന്നുള്ള നാമം അറിയിക്കുന്ന ഇൽമ്, അത് പണ്ഡിതന്മാർ പറയാണ് ഈ ഖബായാൽ ഉമൂർ, അതേപോലെ ഖഫായ അൽ ഉമൂർ, അതേപോലെ ദഖായിഖുൽ ഉമൂർ പറയാം, പിന്നെ ബവാഹിറുൽ ഉമൂർ, അതേപോലെ തന്നെ ബവാത്തിനുൽ ഉമൂർ, അതേപോലെ ദഖായിഖുൽ ഉമൂർ. അള്ളാഹുവിൻ്റെ സറായിറുൽ ഉമൂർ. ഖബായൽ ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ, ഖബായ എന്ന് പറഞ്ഞാൽ പിന്നെ പാത്ത് വെച്ചത്, ഒളിപ്പിച്ചത്. ഖഫായ എന്ന് പറഞ്ഞാൽ നിഗൂഢമായത്. ദഖായിഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായത്. ബവാഹിർ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായത്, പ്രകടമായത്. ബവാത്തിൻ എന്ന് പറഞ്ഞാൽ പരോക്ഷമായത്. സറായിർ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായത്. സിർ രണ്ടാളുകൾക്കിടയിൽ
സ്വകാര്യം, രണ്ടാളുകളുടെ സ്വകാര്യം. രണ്ടാളുകൾ തമ്മിൽ അന്യോന്യം സ്വകാര്യം പറയും, അടുത്ത് മറ്റാൾ കേൾക്കാതെ. ഖഫായ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, രണ്ടാളുകൾ അടുത്തടുത്താണെങ്കിലും അടുത്തുള്ളവനും കൂടി അറിയില്ല, ഇവനിൽ പരിമിതമാണ്. ഖബായ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചത്, ഖഫായ എന്ന് പറഞ്ഞാൽ നിഗൂഢമാക്കിയത്. ദഖാഖ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായവ, ബവാഹിർ പ്രകടമായവ, ബവാത്തിൻ പരോക്ഷമായവ, സറായിർ എന്ന് പറഞ്ഞാൽ സ്വകാര്യമായവ, രഹസ്യമായവ. ഇതൊക്കെ അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് ലത്തീഫ്. ലത്തീഫ് എന്നുള്ളത് ഇൽമിനെയും അതേപോലെ തന്നെ റിഫ്ഖിനെയും അറിയിക്കും. സൗമ്യത, മൃദുലത എന്ന അർത്ഥത്തിൽ. ഇവിടെ ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ, എൻ്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നതിന് ലത്തീഫാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷ്മമായി അറിഞ്ഞ്, ഈ നിലകളിലൊക്കെ സൂക്ഷ്മമായി അറിഞ്ഞ് അത് വളരെ സൗമ്യമായി അല്ലെങ്കിൽ വളരെ സ്വകാര്യമായി നിർവഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ദർജയിലേക്ക് അത് ചില ഘട്ടങ്ങളെ താണ്ടി എത്തിക്കാനാണ് ഉദ്ദേശിച്ചത്. അതുണ്ടോ, ആരും അതറിയാത്ത, ആ ലക്ഷ്യം അറിയാത്ത രീതിയിൽ ദൈവം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ എത്തിച്ചു. അതാണ് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം. ഇന്നഹു കാരണം അല്ലാഹു ഹുവൽ അലീമുൽ ഹക്കീം, അവൻ അൽ അലീം ആകുന്നു, അൽ ഹക്കീം ആകുന്നു. അലീം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജ്ഞാനി, ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞാനി. ഇവിടെ അലീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിപുലമായ വിശാലമായ അറിവിനെയാണ് അറിയിക്കുന്നത്. ഹക്കീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെയും ഹുക്കുമിനെയും അറിയിക്കുന്നു. ഹിക്മത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ യുക്തി, ഹുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും. അള്ളാഹു സുബ്ഹാനഹു വ തആല യുക്തിജ്ഞനാണ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധി അത് ശക്തിമത്താണ്, അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന അർത്ഥത്തിൽ. ഇവിടെ ഇതിൻ്റെ കാരണം പറയാണ്, ഇന്ന റബ്ബി ലത്തീഫുൽ ലിമാ യശാ, കാരണം ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെല്ലാം അള്ളാഹു ലത്തീഫാണ്. യശാ എന്നാണ് അവന് ഉദ്ദേശിക്കുന്നു, മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത് എല്ലാം, അതിനെല്ലാം അള്ളാഹു ലത്തീഫാകുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ ഉണ്ടല്ലോ, കഥ ഇവിടെ തീരാൻ പോവാണ്. അതിൻ്റെ അവസാന വാചകമാണത്. വിശുദ്ധ ഖുർആനിൽ കഥകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടവിടങ്ങളിൽ 23 വർഷത്തെ വിശുദ്ധ ഖുർആൻ്റെ അവതീർണതയിൽ കഥകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യാനുസരണം അവിടവിടങ്ങളിലാണ് എല്ലാ കഥകളും പറഞ്ഞിട്ടുള്ളത്. ഈ കഥ വെച്ച് ഇത് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ കഥൻ്റെ അവസാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്ന ഒരു ദുആയും അള്ളാഹുവിനുള്ള ഒരു സമ്മതവുമാണ് ഇവിടെ നമുക്ക് ഈ ആയത്തിൽ വായിക്കാനുള്ളത്. കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടപ്പോൾ, അന്ന് കുട്ടിയായിരിക്കുമ്പോൾ സ്വപ്നം കണ്ടല്ലോ, അപ്പോൾ ഓടി വന്നിട്ട് വാപ്പാനോടെ പറയുന്നത്, യാ അബത്തി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദി. ഉപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നം എന്താ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്ന വിഷയം, അതാണ് പറഞ്ഞത്. അപ്പോൾ വാപ്പ പറഞ്ഞ്, ഈ സ്വപ്നം നീ സഹോദരങ്ങളോടൊന്നും കഥിക്കരുത് എന്ന് പറഞ്ഞു, അവർ നിനക്കെതിരിൽ തന്ത്രം പ്രയോഗിക്കും എന്നൊക്കെ ആ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അന്ന് വാപ്പ പറഞ്ഞൊരു വിഷയമാണെന്ത്, വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിന്നെ തിരഞ്ഞെടുക്കും, വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ അഹദാസിൻ്റെ വ്യാഖ്യാനം നിനക്ക് പഠിപ്പിക്കുകയും ചെയ്യും. വയുതിമ്മു നിഅമതഹു അലൈക വഅലാ ആലി യാഖൂബ്, അള്ളാഹിൻ്റെ നിഅമത്ത് നിനക്ക് പൂർത്തീകരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ എന്താ, വകദാലിക യജ്തബീക റബ്ബുക, റബ്ബിൻ നിന്നെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞില്ലേ, തിരഞ്ഞെടുത്തു കണ്ടില്ലേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പല പരീക്ഷണ പാതകൾ താണ്ടിയാണെങ്കിലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ
അത് അനുഭവിച്ചു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞു, അനുഭവിച്ചു. പിന്നെ വയ്യു അല്ലിമുഖ മിൻ തഅ്വീൽ അഹാദീസ്, പിന്നെ സ്വപ്ന നിങ്ങളുടെ വ്യാഖ്യാനം അത് നിന്നെ പഠിപ്പിക്കും അറിയിക്കും ചെയ്യുന്നല്ലേ, അതും ആയി. വയുത്തിമു നിഅമതഹു അലൈഹി, അള്ളാഹു നിനക്ക് താങ്കളുടെ മേലുള്ള നിഅമത്തിനെ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ആ നിഅമത്തിൻ്റെ പൂർത്തീകരണവും ഇവിടെ നടന്നു. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ തമാം ഖിതാമിനെ അറിയിക്കും, കമാൽ സവാലിനെ അറിയിക്കുന്നതാണ്. തമാം ഖിതാമിനെ അറിയിക്കുന്നതാണ്. തമാം ഒരു സംഗതി പൂർണ്ണമായാൽ പിന്നെ ഖിതാം ഒടുക്കാണ് അല്ലേ. കമാലായാൽ കാമിലായാൽ പിന്നെ സവാൽ, പിന്നെന്താ കാമിലായത് സവാൽ, അത് പിന്നെ ഇനി നീങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ജീവിതാന്ത്യത്തിലേക്കുള്ള ഒരു സൂചനയാണ്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമയമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യണം അറിയാണ്, എല്ലാം വാപ്പ പറഞ്ഞത് പോലെ സംഭവിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി നിങ്ങൾ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതാണ് പിന്നെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ഇനി ഇവിടെ നിന്ന് യാത്രയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ യാത്ര എങ്ങനെയാവണം എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷയം. അതാണ് ഇവിടെ അതൊരു പിന്നെ സമ്മതിക്കൽ, അംഗീകാരം, അത് വകവെക്കൽ, പിന്നെ ഒരു ശ്രേഷ്ഠമായ ദുആ അതിലൂടെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ, റബ്ബി എൻ്റെ റബ്ബേ ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എന്താ ഖദ് തീർച്ചയായും, ആതൈതനി നീ എനിക്ക് നൽകി, ആത്ത എന്നാണ് നൽകി, ആതൈതനി നീ എനിക്ക് നൽകി. എന്താ നൽകിയത്? അൽ മുൽക്ക്. എന്താ മുൽക്ക്? ആ അധികാരം, രാജഭരണം, മുൽക്ക്. ഇവിടെ ഈ മിൻ എന്ന് പറഞ്ഞാൽ പിന്നെ റബ്ബേ എൻ്റെ റബ്ബേ നീ എനിക്ക് തീർച്ചയായും നൽകി. എന്ത് നൽകി? എന്താ നൽകിയത്? മുൽക്ക് നൽകി. അത് ഇവിടെ മിൻ എന്നുള്ളത് ബയാനിയയാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നൽകിയത് മുൽക്കാണ് എന്നുള്ള അർത്ഥത്തിലാണ് എങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരായിട്ടുണ്ട്? രാജാവായിട്ടുണ്ട്. അവിടെ രാജാവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിൻ്റെ അസീസായിട്ടാണ് പഠിച്ചത്. രാജാവ് അവിടെ വേറെ ഉണ്ട്, രാജാവിന് കീഴിൽ അസീസ്. എന്തായാലും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് വന്നപ്പോൾ ആരാണ്? അസീസാണ്, അവിടുത്തെ ഒരു പ്രഭുവാണ്. രാജാവ് അവിടെ വേറെ ഉണ്ട്. ആ രാജാവിന് കീഴിൽ പ്രഭുവായിട്ടാണ് എന്ത് ചെയ്തത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വർത്തിച്ചത്. പക്ഷേ ആ ജോലി തുടർന്ന് പിന്നെ രാജാവ് കാലം കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ രാജാവായിട്ടുണ്ടോ? ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, എനിക്ക് രാജഭരണം തന്നു എന്നർത്ഥം പറയുമ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരായിട്ടുണ്ട്? അവിടെ രാജാവായിട്ടുണ്ട്. ഇവിടെ മിൻ എന്ന് പറഞ്ഞാൽ തബീൻ, മുൽക്കിൽ നിന്ന് ചിലത് കുറച്ച് തന്നു. വളരെ വിനയപുരസ്സരാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വർത്തമാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുൽക്കിൽ നിന്ന് ചിലത് നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരാണ് വിശിഷ്യ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിട്ടില്ല, രാജാവോടുണ്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ എന്താണ് ചെയ്തത്? ആ രാജാവിൻ്റെ കീഴിൽ ഒരു പ്രഭുവായിട്ട് തുടരുകയാണ് ചെയ്തത്. രണ്ടായാലും ഒരു വിഷയമൊന്നുമില്ല. അവിടെ നോക്കി നിങ്ങൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായി വാണു, പക്ഷേ എന്നിട്ടും എനിക്ക് മുൽക്കിൽ നിന്ന് ചിലത് നീ തന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇന്ന് ഒന്നും കിട്ടാത്ത ആളുകളാണ് 18,000 ലോകം തന്നു എന്ന് പിന്നെ പറഞ്ഞതായിട്ട് പറയുന്നത്. ഈ ഉലകം മുഴുവൻ തന്നു, 18,000 ലോകം പിന്നെയും തന്നു എന്ന് പറയുന്നത് ഒന്നും കിട്ടാത്ത ആളുകളാണ്. പലതും കിട്ടിയ ആളുകളുടെ വർത്താനാണിത്. ഖദ് ആതൈതനി മിനൽ മുൽക്ക്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിഷയം, അള്ളാഹു തന്നു എന്നാണ് പറയുന്നത്. ആതൈതനി നീ എനിക്ക് നൽകി എന്നാണ് പറയുന്നത്. കാരണം അള്ളാഹു ആണ് ആര്? മാലിക്കുൽ മുൽക്ക്. എന്താ ആയത്തിൽ പറഞ്ഞത്? ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്
തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. ഖുലില്ലാഹുമ്മ, ഖുൽ പറയുക, അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹു ആരാണ്? മാലിക്കുൽ മുൽക്ക്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, മുൽക്കിനെ ഉടമപ്പെടുത്തിയവനാണ് അള്ളാഹു. അള്ളാഹുവാണ് മുൽക്ക് ഉടമപ്പെടുത്തിയവൻ, മാലിക്കുൽ മുൽക്ക്. അതുകൊണ്ട് അള്ളാഹു ആർക്കത് നൽകിയോ അവന് കിട്ടും, ആർക്ക് അള്ളാഹു വിലങ്ങിയോ അവനത് തടയപ്പെടുകയും ചെയ്യും. അതാണ് തുഅ്തിൽ മുൽക, നീ മുൽക്കിനെ നൽകും, മൻ തശ, നീ ഉദ്ദേശിക്കുന്നവന്, വതൻസിഉൽ മുൽക്ക്, മുൽക്കിനെ നീ ഊരി വാങ്ങും, എടുത്തു വാങ്ങും, മിമ്മൻ തശ, നീ ഉദ്ദേശിക്കുന്നവനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നവനൊക്കെ മുൽക്ക് അതില്ല. അള്ളാഹു ആർക്കുദ്ദേശിച്ചോ അവർക്ക് മുൽക്ക്. അതാണ് പിന്നെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് അതാണ് തൈത്തനി മിനൽ മുൽക്ക് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അത് ഒരു പ്രധാന പാഠാണ്. ഒന്ന്, ഈ മുൽക്ക്, രാജഭരണം, രാജവാഴ്ച എന്നുള്ളത് ഇസ്ലാമികമായിട്ട് അത് തെറ്റായൊരു വാഴ്ചയോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു പിന്നെ ഭരണരീതിയോ അല്ല. പല ആളുകളും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. രാജവാഴ്ച ഇസ്ലാമിക അല്ല എന്നാണ്, അനിസ്ലാമിക വാഴ്ചയാണ് എന്നാണ് പറയാറ് പലരും. അത് ശരിയല്ല. ഇവിടെ നോക്കി നിങ്ങൾ, മുൽക്കാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മലിക്കായിരുന്നു, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം മലിക്കായിരുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ മുൽക്കാണ് നൽകിയത്. മുൽക്ക് രാജവാഴ്ചയാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പ ആദ്യം രാജാവായി, ആ ദാവൂദിനെ തുടർന്ന് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായി. ഇസ്ലാമിൽ മുൽക്കായാലും ഖിലാഫത്തായാലും ഇമാമത്തായാലും പേരിലല്ല വിഷയം, പിന്നെയോ അതിൻ്റെ നടത്തിപ്പിലാണ് വിഷയം. എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് വിഷയം, നടത്തുന്നവർ ആരായാലും. അതിലൊരു വിഷയം. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞവർക്കാണതുള്ളത്. ഞാനിവിടെ മുമ്പ് ഉണർത്തിയിട്ടുണ്ട് പിന്നെ ഒരു കൗതുകകരമായിട്ടുള്ള ചരിത്രം. അത് പിന്നെ നമ്മൾ ഈ ഹാറൂൺ റഷീദുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഹാറൂൺ റഷീദിന് 14 മക്കളാണ്, 14 ആൺമക്കളായിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം മക്കളിലുണ്ടല്ലോ, മക്കളിൽ അവരുടെ ലിസ്റ്റ് എഴുതി, ആർക്ക് അധികാരം പോകണം എന്നുള്ളതിന് ലിസ്റ്റ് എഴുതി. എന്നിട്ട് ലിസ്റ്റ് എഴുതിയിട്ട് അത് പണ്ഡിതന്മാരെയും പിന്നെ ജഡ്ജിമാരെയൊക്കെ ഏൽപ്പിച്ചു, സാക്ഷികൾ വെച്ചു. താൻ കൊടുത്ത ഓർഡർ പ്രകാരം താൻ എഴുതിയ ആളുകൾക്കേ ഭരണം പോകാവൂ എന്നാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇന്നത്തെ മുസ്ലിം നാടുകളുണ്ടല്ലോ, അത് 22 നാടുകൾ, അതിൻ്റെ വലിപ്പത്രയാണോ ആ നാടുകളുടെ ഒക്കെ രാജാവാണ്. അന്ന് പിന്നെ സ്പെയിനിലേക്ക് ഇസ്ലാം എത്തി. അവിടെ അറ്റ്ലാന്റിക് സമുദ്രം ഒരു അതിർത്തിയാണ് എങ്കിൽ ചൈനയുടെ വൻമതിലിനപ്പുറമാണ് മറ്റൊരു അതിർത്തി. ഇസ്ലാമിക ലോകത്ത് വലുതാണ്. അതിൻ്റെ ഖലീഫയാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നൊരു കാര്യം വിധിച്ചാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മരണശേഷം മകൻ അമീനിന് പിന്നെ മഅ്മൂനിന് ഇങ്ങനെ എഴുതി. 8ാമത്തെ മകനായിരുന്നു ഖലീഫ അൽ മുഅ്തസിം ബില്ലാ. അൽ മുഅ്തസിം ബില്ലാ 8ാമത്തെ മകനാണ്. ഈ മകൻ്റെ പേരയിലുണ്ടായിരുന്നില്ല. ഹാറൂൺ റഷീദ് മരിച്ചാൽ തൻ്റെ ശേഷം ആരാകണം ഖലീഫ എന്നുള്ളതിൽ ഇയാളില്ല. ഇയാൾക്ക് മുമ്പ് 7 ആളുണ്ട്. ഇയാൾ 8ാമത്തെ ആൾ. ഇയാളുടെ പേരുണ്ടായിരുന്നില്ല. കാരണം ഹാറൂൺ റഷീദിന് അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹാറൂൺ റഷീദിന് മാരിദ എന്ന പേരിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അവർ തുർക്കി സ്ത്രീയായിരുന്നു. അതൊരു അടിമ സ്ത്രീയായിരുന്നു. അവർ ഹാഷിമിയത്തല്ല, അവർ തുർക്കിയത്തായിരുന്നു. അതൊരു പിന്നെ ഉമ്മു വലതായിരുന്നു തോന്നുന്നു. അവരുടെ പേര് മാരിദ എന്നാണ് പറയുന്നത്. മാരിദ അല്ലെങ്കിൽ മർജാൻ എന്തായാലും. അതുകൊണ്ട് തന്നെ ഈ മുഅ്തസിം ബില്ലക്ക് കൊടുത്തില്ല എന്നല്ല, മുഅ്തസിം ബില്ല ഖലീഫയായി. മാത്രമല്ല അബ്ബാസി ഖിലാഫത്ത് ഇയാളുടെ മക്കളിലാണ് തുടർന്നത്. ഹാറൂൺ റഷീദ് എഴുതിയവരുണ്ടല്ലോ, അവർ പോയി. ഹാറൂൺ റഷീദ് എഴുതിയ ക്രമം വന്നില്ല. ഇത് 8ാമത്തെ മകനാണ്. അമീന് വന്നു, ആദ്യത്തെ മകൻ, പിന്നെ മഅ്മൂന് വന്നു ഖലീഫ എഴുതിയത് പോലെ തന്നെ. പക്ഷെ അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി.
പിന്നെ എന്ത് ചെയ്തു, പിന്നീട് മുഅ്തസിം ബില്ലക്ക് വരികയാണ് ഭരണം ചെയ്തത്. ഇത് തുർക്കിയാണ്. അതുകൊണ്ടാണ് ഈ മുഅ്തസിം ബില്ലൻ്റെ കാലത്താണ് തുർക്കികളുടെ അതിപ്രസരം വരാൻ തുടങ്ങിയത്. പിന്നെ അമ്മമാരെ പരിഗണിക്കുമല്ലോ, അപ്പോൾ ആ പരിഗണനയിൽ ഏതായാലും മുഅ്തസിം ബില്ലക്ക് സ്ഥാനം ഉണ്ടായിരുന്നില്ല. ഹാറൂൺ റഷീദ് ഇതെഴുതിയപ്പോൾ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു, സാക്ഷികളെ ഏൽപ്പിച്ചു, ജഡ്ജിമാരൊക്കെ ഏൽപ്പിച്ചു. തൻ്റെ ഈ എഴുത്ത് പ്രകാരമാണ് ഖലീഫന്മാരെ നിശ്ചയിക്കേണ്ടത്, രാജാക്കന്മാരെ നിശ്ചയിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ഹാറൂൺ റഷീദ് മരിച്ചു, ശരിയാണ്. ആ വസിയത്ത് പ്രകാരമാണ് ഭരണാധികാരികൾ വന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മുൽക്ക് നൽകുന്നവൻ. തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ ഉണ്ടല്ലോ. മുഅ്തസിം ബില്ല വന്നു അധികാരത്തിൽ. അബ്ബാസി ഖിലാഫത്ത് പിന്നീട് നിലനിന്നത് ഇയാളുടെ മക്കളിലാണ്. ഹാറൂൺ റഷീദിൻ്റെ മറ്റു മക്കളൊക്കെ തഴയപ്പെട്ടു. മുഅ്തസിം ബില്ല അധികാരത്തിൽ വന്നു. പിന്നീട് മകൻ വാസിഖ് ബില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് വന്നു. പിന്നെ അങ്ങനെ തുടരുകയാണ് ചെയ്തത്. അബ്ബാസി ഖിലാഫത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കളിൽ നിലനിന്നു. മറ്റു മക്കളൊക്കെയും എന്ത് ചെയ്തു പോയി. അതുകൊണ്ട് കവിതയിൽ കാണാം, ഈ മുഅ്തസിമിനെ കുറിച്ചൊരു കവിത ഉണ്ട്. അതിലെന്താ പറയുക, ഇദ്ദേഹത്തെ ചിലർക്ക് ഇഷ്ടമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ എന്താ കവിതയിൽ അറിയാം, മുലൂക്കു ബനിൽ അബ്ബാസി ഫിൽ കുതുബി സബഅത്തുൻ വലം യഅ്തിന ഫി സാമിനി മിൻഹുമു കുതുബു എന്നാണ്. മുലൂക്കു ബനിൽ അബ്ബാസ്, അബ്ബാസികളിലെ രാജാക്കന്മാർ, ഫിൽ കുതുബി സബഅത്തുൻ. എന്താ ഫിൽ കുതുബി സബഅത്തുൻ? ഹാറൂൺ റഷീദ് നൽകിയ രേഖയിൽ 7 പേരാണ്. ഹാറൂൺ റഷീദ് മരിക്കുന്നതിന് മുമ്പ് എഴുതിയ രേഖയിൽ അബ്ബാസി ഖലീഫന്മാർ 7 പേരാണ്. ഇതെത്രാമത്തെ ആളാ? 8ആണ്. അപ്പോൾ കവി പറയാണ്, വലം യഅ്തിന ഫി സാമിനി മിൻഹുമു കുതുബു. 8ാമനെ കുറിച്ച് നമുക്കൊരു കിതാബില്ല, ഒരു രേഖയല്ല. എന്നിട്ട് കവി പറയണത്, കദാലിക അഹ്ലുൽ കഹ്ഫ് ഫിൽ കഹ്ഫി സബഅത്തുൻ ഖിയാറുൻ ഇൻ ഉദ്ദു വസാമിനുഹും കെൽബു എന്നാണ്. എന്താ അസ്ഹാബുൽ കഹ്ഫ് ഇങ്ങനെയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെ പറയുന്നത്. അസ്ഹാബുൽ കഹ്ഫ് ഇങ്ങനെയാണ്. അസ്ഹാബുൽ കഹ്ഫ് 7 പേരാണ് ഗുഹയിൽ. വസാമിനുഹും അവരിൽ 8ാമത്തെ ആൾ കെൽബാണ്. ഇദ്ദേഹത്തെ എന്താണ് പിന്നെ പറയുന്നുണ്ട്, ഇന്നീല ഉസ്രിൽ കെൽബ അൻകുമു, നിങ്ങളെക്കാൾ ഞാൻ കെൽബിനെ മുന്തിപ്പിക്കുകയാണ്. ഫഇന്നലക്കും ദംബു വലൈസ ലഹു ദംബു. ഫഇന്നലക്കും ദംബു, കാരണം നിങ്ങൾക്ക് കുറേ കുറ്റങ്ങളുണ്ട്. വലൈസ ലഹു ദംബു, നായക്കൊരു കുറ്റമല്ല. അതുകൊണ്ട് നിങ്ങളെക്കാൾ ഉഷാറ് കെൽബ എന്ന് പറയണം. ദുഅബുൽ അൽ ഖുസായി എന്നിട്ടൊരു രപ്പൻ കവി ഉണ്ടായിരുന്നു. അയാളൊരു ഭയങ്കര കവിയാണ്, ശരിയാണ്. പക്ഷേ ഇവരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ കവിത എഴുതുന്നത്. മൂപ്പര് വടിയായപ്പോൾ, ഈ ദുഅബുൽ ഖുസായി വടിയായപ്പോൾ മൂപ്പര് വസിയത്ത് എഴുതിയിരുന്നു എന്നാണ്. ഈ നബി കുടുംബത്തെ മറമാടിയ ഖബർസ്ഥാനുണ്ട്. നബി കുടുംബത്തെ മറമാടിയ ഇറാഖിലൊരു ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് മൂപ്പരെ മറമാടാൻ പറഞ്ഞു. എന്നിട്ട് ആ കബറുമ്പുറത്ത് ഇങ്ങനെ വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി അലൽ വസീദ് എന്ന് അതിൻ്റെ മുകളിൽ എഴുതാൻ പറഞ്ഞതാണ്. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി അലൽ വസീദ്, മക്ബറിൻ്റെ വാതിൽക്കൽ അവരുടെ പട്ടി കൈ വിരിച്ച് കിടക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ആയത്ത് എഴുതാൻ പറഞ്ഞതാണ്. അത് നബി കുടുംബത്തിൻ്റെ ഒരു പട്ടിയായിട്ട് തന്നെ അടക്കണം എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ മുഅ്തസിം ബില്ലനെ ഒരിക്കലും രാജാവാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഹാറൂൺ റഷീദിന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാറൂൺ റഷീദ് ഇയാളെ ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, രേഖ വരെ, വസിയത്ത് വരെ തയ്യാറാക്കിയത്. അതാണ് കവി പറയുന്നത്. വലം യഅ്തിന അൻ സാമിനി മിൻഹുമു കുതുബു. ഇതിൽ 8ാമത്തെ ആളെ കുറിച്ചിട്ട് നമുക്കൊരു കിതാബും വന്നിട്ടില്ല, രേഖയും വന്നിട്ടില്ല. കദാലിക അഹ്ലുൽ കഹ്ഫിൽ കഹ്ഫി സബഅത്തുൻ ഖിയാറുൻ വഇൻ ഉദ്ദു സാമിനുഹുമു കൽബു എന്ന് പറഞ്ഞു. പക്ഷേ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് മുഅ്തസിം ബില്ല ഭരിച്ചു എന്നല്ല, 8 വർഷം 8 മാസം 8 ദിവസം മുഅ്തസിം ബില്ല ഭരിച്ചു എന്നാണ് ഖലീഫയായിട്ട്. ഇദ്ദേഹം ഈ 8ൻ്റെ വിഷയത്തിൽ വിശ്രുതനാണ്. മുസമ്മൻ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം. ഇദ്ദേഹം അബ്ബാസി ഖലീഫമാരിൽ 8ാമനാണ്. ഹാറൂൺ റഷീദിൻ്റെ മക്കളിൽ 8ാമനാണ്.
ഇദ്ദേഹത്തിന് 8 ആൺമക്കളാണ്, ഇദ്ദേഹത്തിന് 8 പെൺമക്കളാണ്. പിന്നെ 8 വർഷം 8 മാസം 8 ദിവസം. ഹിജ്റയുടെ 227 റബീഉൽ അവ്വലിന് 8 ദിവസം ശേഷിക്കെ അയാൾ മരിച്ചു എന്നാണ്. അങ്ങനെ ഈ 8നെ കുറിച്ച് ഇയാളുമായി ബന്ധപ്പെട്ട് പിന്നെ കുറേ വിഷയങ്ങൾ പിന്നെ കാണാം. എന്തായാലും അയാൾ ഖലീഫയായി. ഖലീഫയായി അയാൾ ഭരണം നടക്കുമ്പോൾ ഒരു വിഷയം, ഒരാൾ നബിയാണെന്ന് വാദിച്ച്. അന്നങ്ങനെ ഉണ്ട്, ഈ കള്ളപ്രവാചകന്മാർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭയങ്കര പ്രശ്നമുള്ള കാലമാണ്. ഖലീഫേൻ്റെ അടുത്തേക്ക് ഒരു ആളെ കൊണ്ടുവന്ന്, അപ്പോൾ അയാൾ അയാൾ പറയുന്നത് ഞാൻ മൂസ ബിൻ ഇമ്രാനാണ്. മൂപ്പർ പറയുന്നത്, മൂപ്പർക്ക് അയാൾ പറയുന്നത് ഞാൻ മൂസ ബിൻ ഇമ്രാനാണ്. മൂസ ബിൻ ഇമ്രാൻ ആരാ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. അയാൾ പറയുന്നത് ഞാൻ മൂസ ബിൻ ഇമ്രാനാണെന്ന് മുത്തസിം ബില്ലനോട്. അപ്പോൾ മുത്തസിം ബില്ല എന്ത് ചെയ്തെന്നാണ്, ഒരു വടി എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞാൽ ആ വടിയിട്ട് പാമ്പാക്കാൻ പറഞ്ഞു. അതിട്ട് പാമ്പാക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ചങ്ങായി പറയാണ്, ഞാൻ വടിയിട്ട് പാമ്പാക്കാം, പക്ഷേ നിങ്ങൾ അന റബ്ബുക്കുമുൽ ആല എന്ന് പറയണം. മുത്തസിം ബില്ല അന റബ്ബുക്കുമുൽ ആല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ വടിയിട്ട് പാമ്പാക്കാം എന്ന് പറഞ്ഞു എന്നാണ്. അതോടുകൂടി പിന്നെ മൂപ്പരെ അത് ചിരിയിൽ കലാശിച്ചു ആ പ്രശ്നം എന്നുള്ളതാണ്. വേറൊരുത്തി നബിയത്തായിട്ട് വാദിച്ചു, നബിയത്തായിട്ട് വാദിച്ചു എന്നാണ്. അപ്പോൾ അവളെ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു എന്നാണ്, നിങ്ങൾ പിന്നെ നബിയത്താണോ? പെണ്ണാകുമ്പോൾ എന്താ നബിയത്ത്? എന്തായാലും നമ്മൾ പറയാം നബിച്ചിന്നു. അപ്പോൾ അവളോട് പറഞ്ഞു എന്നാണ്, എന്താ പറഞ്ഞത്, ലാ നബിയ ബഅദി. ഇതല്ലേ നബിസ്വല്ലല്ലാഹു മതങ്ങൾ പറഞ്ഞത്? എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ശേഷം നബിയില്ല, യാതൊരു നബിയും ഇല്ല എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയാണല്ലോ നബിസ്വല്ലല്ലാഹു മതങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെ നബിയാവെന്ന് ചോദിച്ചപ്പോൾ ഓള് പറയണ ആ പറഞ്ഞത് ശരിയാണ്, ഓക്കെയാണ്. കാരണം നബിയില്ല എന്നാണ് പറഞ്ഞത്, നബിയത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. കണ്ടോ, ഇന്നത്തെ മാത്രം ഒരവസ്ഥയല്ല ഈ പ്രമാണവചനങ്ങളെ ഒടിക്കുക എന്നുള്ളതും തിരിക്കുക എന്നുള്ളത്. നബിയില്ല എന്ന് പറഞ്ഞിട്ടില്ല, നബിയില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, നബിയത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നബിയത്താണെന്ന് പറഞ്ഞു നോക്കിയാണ് നമ്മുടെ വിഷയം. അക്കാലങ്ങളിൽ അങ്ങനെയാണ് ഈ കള്ളപ്രവാചകം വാദം. ഈ മുഅ്തസിം ബില്ലൻ്റെ തൊട്ട് മുമ്പാണ് സഹോദരൻ മഅ്മൂനൊക്കെ ഹാറൂൺ റഷീദ് എഴുതിയാണ് ഖലീഫയായിട്ട്. മഅ്മൂൻ കുറേ കാലം ഭരിച്ചിട്ടില്ല, കുറച്ചു കാലം ഭരിച്ചിട്ട് കൊല്ലപ്പെട്ടു. പിന്നെ അത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഒരു ദുആയുമായൊക്കെ ബന്ധപ്പെട്ട അതിന് ചരിത്രമുണ്ട്. ഈ മഅ്മൂൻ ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരാൾ നബിയാണെന്ന് വാദിച്ചു. അതൊരു വലിയ വിഷയമാണ്, നബിയാണെന്ന് വാദിക്കുക. അപ്പോൾ ഖലീഫിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന്, അപ്പോൾ പിന്നെ ഖലീഫ ചോദിച്ച് മൻ അൻത, താങ്കളാര്? ഞാൻ നബിയാണ്. അപ്പോൾ വമാ അലാമത്ത് നുബുവത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിക്കാണ്. അപ്പോൾ പറയുന്നത് എനിക്ക് നിങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ളത് വായിക്കാൻ കഴിയുമെന്ന്, നിങ്ങളെല്ലാവരുടെയും മനസ്സിലുള്ളത് എനിക്ക് വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഖലീഫ ചോദിച്ച് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ഞാൻ കെദ്ദാബാണെന്നാണ്, ഞാൻ നബിയല്ല, ഞാൻ കെദ്ദാബാണെന്നാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്, വ്യാജവാദിയാണെന്നുള്ളത്. അത് ശരിയല്ല ഞാൻ ചോദിച്ചതാണ്. അതാണ് പിന്നെ ഓൻ്റെ നുബുവത്തിൻ്റെ തെളിവ്. ഏതായാലും പക്ഷെ അക്കാലത്ത് ഇങ്ങനത്തെ ഈ ഒന്നാമത് ഈ അന്നത്തെ കാലങ്ങളിലുള്ള ഈ സംസ്കാരങ്ങളുടെ കൂടിക്കലറൽ, അതേപോലെ തന്നെ ഈ ആളുകളുടെ അല്ലേ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അവർ പിന്നെ പലവിധ രചനകൾ, തർജുമകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പിന്നെ ആ കാലങ്ങളിൽ കുറേ പ്രചരിച്ച് ആ പ്രചരണത്തിൽ പലവിധ ഫിത്നകളിൽ പെട്ടതായിരുന്നു ഇതൊക്കെ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ. പക്ഷെ അന്ന് കാലങ്ങളിൽ അങ്ങനത്തെ ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുള്ള പിന്നെ സംവിധാനങ്ങളും പണ്ഡിതന്മാരും നെല്ലും പതിരും വേർതിരിക്കാൻ കഴിവുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാരുടെയൊക്കെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ചിലതൊക്കെ ഇതേപോലെ കൊട്ടാരങ്ങളിൽ തന്നെ ചാട്ടവാറിൻ്റെ കടി കിട്ടുമ്പോൾ ഞാൻ നാളെ പറഞ്ഞില്ലേ, ഹാറൂൺ റഷീദിൻ്റെ മകൻ അബ്ബാസിന് ഹാറൂൺ റഷീദിന് അബ്ബാസ് എന്ന പേരിലൊരു മകൻ ഉണ്ടായിരുന്നു. പക്ഷേ ഹാറൂൺ റഷീദ് ആ അബ്ബാസും ഇങ്ങനെ ഒരു പിന്നെ വെള്ളാട്ടിയിലുണ്ടായൊരു കുട്ടിയാണ്. അപ്പോൾ അതിനെ ഒരു എഗ്രി ചെയ്യുന്ന വിഷയത്തിൽ ഹാറൂൺ റഷീദിനുണ്ടായിരുന്നൊരു വിമിഷ്ടം, വൈമനസ്യം, ഒരു പ്രയാസം, അതവിടെ ഒരു കൊട്ടാരത്തിലൊരു നിയലിച്ച മസാലയാണത്. ഏതായാലും അന്ന് ഇതേപോലെ ഒരു കള്ളപ്രവാചകനെ കൊണ്ടുവന്നു
പ്രവാചകത്വം വാദിക്കുന്ന ഒരു കള്ളനെ കൊണ്ടുവന്നപ്പോൾ ഹാറൂൺ റഷീദ് തല്ലാൻ പറഞ്ഞ്, പുറത്ത് അടിക്കാൻ പറഞ്ഞ്, ചമ്മട്ടി പ്രയോഗം. അപ്പോൾ അടിയിട്ടിട്ട് പൊളയുമ്പോൾ ഈ അബ്ബാസ് അവിടെ ഇരിക്കണം. അബ്ബാസിനോട് ഇയാൾ പറയാണ് രക്ഷപ്പെടുത്താൻ. അപ്പോൾ അബ്ബാസ് പറയാണ് ഇസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അടി കിട്ടല്ലേ, നബിയായിട്ടല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് ഇസ്ബിർ, ക്ഷമിക്ക്, കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മിൽപ്പെട്ട റസൂൽമാരൊക്കെ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ഹാറൂൺ റഷീദിന് ആ ഒരു പ്രതിഭ, ആ ഒരു മറുപടിയിലാണ് ഇതെൻ്റെ ബാക്കിയാണെന്നുള്ള ഒരു വായന വരുന്നത്. അലാക്കുല്ലിൻ ഇവിടെ നമ്മളുടെ വിഷയം നമ്മൾ പറഞ്ഞത് റബ്ബി ഖദ് ആതൈതനി മിൽക്ക് മിനൽ മുൽക്ക്. റബ്ബേ തീർച്ചയായും എനിക്ക് നീ മുൽക്ക് കനിഞ്ഞു തന്നു. കാരണം അള്ളാഹുവാണ് മുൽക്ക് തരുന്നവൻ, അതുകൊണ്ടാണ് അത് അള്ളാഹ്ക്ക് സമ്മതിക്കുന്നത്. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്. അള്ളാഹു തുഅ്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം വർത്തമാന യുഗത്തിലൊക്കെ കണ്ടില്ലേ ഓരോരുത്തർ എത്ര കാലം വേണം, അതും പിന്നെ എല്ലാവിധ ക്രൂരതകളും അന്യായങ്ങളും കാണിച്ചു പോവാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഒരു അതിര് വെച്ചിട്ടുണ്ട്. കൊടുത്തവൻ അത് ഊരിയെടുക്കാനും ഒരു പ്രയാസമല്ല. പക്ഷേ അള്ളാഹ് അതിനൊക്കെ എന്തുണ്ട്, ഒരു ടൈമുണ്ട്. അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിക്കുന്നു എന്ന് മാത്രം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. എന്താ വഅല്ലംതനി, നീ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. മിൻ തഅ്വീലിൽ അഹാദീസ്. എന്താ തഅ്വീലുൽ അഹാദീസ്? അഹാദീസിൻ്റെ തഅ്വീൽ, വ്യാഖ്യാനം. അവിടെ അഹാദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രണ്ട് നിലക്ക് അതിനർത്ഥം പറയാം. ഒന്ന് റുഅ്യ, സ്വപ്നങ്ങൾ. അല്ലെങ്കിൽ തഅ്വീലുൽ അഹാദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രമാണവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. അതേപോലെ തന്നെ ഇനി അഹാദീസ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഈ പ്രമാണവചനങ്ങളല്ലാതെ ഇപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയമായിട്ടുള്ള മീമാംസകൾ, അതേപോലെ തന്നെ പിന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വ്യാഖ്യാനം അങ്ങനെയും പറയാം. ചിലർ പറഞ്ഞത് തഅ്വീലുൽ അഹാദീസ് എന്ന് പറഞ്ഞെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം. ചിലർ പറഞ്ഞ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പരിമിതപ്പെടുത്തേണ്ട, പിന്നെയോ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള പലതും ഇല്ലേ. പ്രമാണവചനങ്ങളുണ്ട്, ദിവ്യപ്രോക്തമായ സൂക്തങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റു പിന്നെ ഭൗതികമായിട്ടുള്ളതായ പല വ്യാഖ്യാനങ്ങൾ ആവശ്യമായിട്ടുള്ളതായ കാര്യങ്ങളുണ്ട്, വൃത്താന്തങ്ങളുണ്ട്. അതൊക്കെ ആവാം. അത് മുഷ്കിൽ. വഅല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചു, മിൻ തഅ്വീലിൽ അഹാദീസ്, അഹാദീസിൻ്റെ വ്യാഖ്യാനം, സ്വപ്ന വ്യാഖ്യാനവും അല്ലാത്ത കാര്യങ്ങളുടെ വ്യാഖ്യാനവും പഠിപ്പിച്ചു എന്നുള്ളത് പറയാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. ഫാത്തിറസ് സമാവാത് വൽ അർദ്, വാനങ്ങളുടെ ഫാത്തിർ, സൃഷ്ടാവ്, വൽ അർദ്, ഭൂമിയുടെയും. ഫാത്തിറസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭുവനങ്ങളുടെയും ഫാത്തിറായവനെ. ഫാത്തിർ എന്ന് പറഞ്ഞെങ്കിൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ. അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, അൻത വലിയ്യി, നീയാകുന്നു എൻ്റെ വലിയ, ഫിദ് ദുനിയ, ഇഹത്തിലും വൽ ആഖിറ, ആഖിറത്തിലും. പിന്നെ അൻത വലിയ്യി എന്ന് പറഞ്ഞെങ്കിൽ നീയാണ് എൻ്റെ സഹായി, നീയാണ് എൻ്റെ രക്ഷകൻ, ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. ഇവിടെ അൻത വലിയ്യി എന്ന് പറയുമ്പോൾ കുൻ വലിയ്യി, നീ എൻ്റെ സഹായിയാകണം, നീ എൻ്റെ രക്ഷാധികാരിയാകണം, ഫിദ് ദുനിയ വൽ ആഖിറ. ആ ഒരു തേട്ടാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദി അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. നമുക്കിത് കുറച്ച് വിഷയങ്ങളുള്ളതാണ്. തവഫനി മുസ്ലിം അൽഹിഖ്നി ബിസ്സാലിഹീൻ. അതേപോലെ തന്നെ ഈ ഒരു വിളിയും ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ചയിലേക്ക് പിന്നീട് എടുക്കാം ഇൻഷാ അല്ലാഹ്. ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.